ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. സമരങ്ങളിൽ എല്ലാ മുദ്രാവാക്യവും നടക്കണമെന്നില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. എത്ര കാലമായി ഇൻക്വിലാബ് വിളിക്കുന്നു, എന്നിട്ട് വിപ്ലവം ജയിച്ചോ എന്നും അദ്ദേഹം ചോദിച്ചു. അതുപോലെ എല്ലാം പെട്ടെന്ന് നടക്കണമെന്നില്ല. സോളാർ സമരം പെട്ടെന്ന് അവസാനിപ്പിച്ചതിന് പിന്നിൽ ഒത്തുതീർപ്പെന്ന ആരോപണങ്ങളോടായിരുന്നു കണ്ണൂരിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണം. നിങ്ങളോട് പറയാം, മാധ്യമങ്ങളോട് ഞാൻ കുറേയായി പറയാൻ തുടങ്ങിയിട്ട്, നിങ്ങൾ അജണ്ട സെറ്റ് ചെയ്യുക, ആ അജണ്ടയോട് ഞങ്ങളുടെ പ്രതികരണം ചോദിച്ച് ചർച്ചയാക്കുക. അതിന് ഞങ്ങളില്ല. നിങ്ങൾ അജണ്ട സെറ്റ് ചെയ്തോ, നടത്തിക്കോ, നിങ്ങൾ തന്നെ ചർച്ച ചെയ്യുക, നിങ്ങൾ തന്നെ അവസാനിപ്പിക്കുക. അത് സോളാറിൻ്റെ കാര്യത്തിലും അതിന് കൃത്യമായിട്ട് അവസാനിച്ചിട്ടുണ്ട്. ഇനി അതിന് മറുപടി പറയേണ്ട കാര്യം ഞങ്ങൾക്കില്ല. വലിയ സമരമായിരുന്നു. അല്ല, അതിൽ എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് പാർട്ടി വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് അന്ന് മുഖ്യമന്ത്രിയാണ് കൃത്യമായിട്ടുള്ള നിലപാട് സ്വീകരിച്ച് പറഞ്ഞത്. എൻ്റെ ഓഫീസ് ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും ടേംസ് ഓഫ് റെഫറൻസിൻ്റെ ഭാഗമായിട്ട് അന്വേഷണം ജുഡീഷ്യലായിട്ട് തീരുമാനിക്കാം. അത് വന്നപ്പോൾ നമ്മുടെ മുദ്രാവാക്യമല്ലേ രാജ്യം എല്ലാ ആവശ്യവും നിർവഹിച്ചുകൊണ്ട് പോകുന്നത്. അങ്ങനെ ഇൻക്വിലാബ് സിന്ദാബാദ് എത്ര കൊല്ലായി വിളിക്കുന്നു? എന്താ മുദ്രാവാക്യത്തിൻ്റെ അർത്ഥം അറിയോ? പറഞ്ഞോട്ടെ, ഇൻക്വിലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം എത്രയോ കൊല്ലം നിങ്ങളും വിളിക്കുന്നുണ്ട്, ജേർണലിസ്റ്റുകളും വിളിക്കുന്നുണ്ട്. എന്താ അതിൻ്റെ അർത്ഥം? വിപ്ലവം ജയിക്കട്ടെ. ജയിച്ചോ? ജയിച്ചു. അപ്പോൾ ഉടനെ ജയിക്കും. പക്ഷെ ഇപ്പോൾ ജയിച്ചോ? അതായി. അപ്പോൾ എല്ലാ മുദ്രാവാക്യം വിളിച്ചത് മുഴുവൻ അപ്പം തന്നെ നടപ്പിലാക്കുന്ന തിരിധാരണമല്ല. അങ്ങനെ തിരിക്കുന്നതാണ് അപകടം. ആ സമരത്തിന്റെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രി ഓഫീസ് കൂടി അന്വേഷണത്തിന്റെ ഭാഗമായി. പാനൂരിൽ ബോംബുണ്ടാക്കുന്നതിനിടെ CPM സ്മാരകമുണ്ടാക്കിയെന്ന ആരോപണത്തെ പർവ്വതീകരിച്ച് കാണേണ്ടതില്ലെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. അത് അതാതിടങ്ങളിലെ പ്രാദേശിക വിഷയമാണ്. അത് പർവ്വതീകരിക്കേണ്ടതില്ല. മാധ്യമങ്ങൾ അജണ്ട സെറ്റ് ചെയ്ത് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്, എന്നിട്ട് ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിക്കുകയാണ്. അതിന് ഞങ്ങളില്ല എന്നായിരുന്നു MV ഗോവിന്ദന്റെ മറുപടി. പാനൂരിലെ രക്തസാക്ഷി മണ്ഡപ സമർപ്പണത്തിൽ പങ്കെടുക്കുമോ എന്ന ചോദ്യത്തിന് അത് പാർട്ടി തീരുമാനിക്കുമെന്നായിരുന്നു മറുപടി. സോളാർ കേസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞതാണെന്നും അദ്ദേഹം പ്രതികരിച്ചു. അതേസമയം സെക്രട്ടേറിയറ്റ് വളയും മുമ്പേ ഒത്തുതീർപ്പ് ചർച്ച നടന്നതായി ചെറിയാൻ ഫിലിപ്പ് കഴിഞ്ഞ ദിവസം ഒരു മാധ്യമ മുഖാമുഖത്തിൽ പറഞ്ഞിരുന്നു. സമരത്തിന്റെ തലേദിവസമാണ് താനും ബ്രിട്ടാസും തിരുവഞ്ചൂരിനെ കണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.